അങ്ങനെ കളത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ വണ്ടി ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വണ്ടിയിലാണ് യാത്രക്ക്. ബൈക്കിന്റെ യാത്ര എന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും കണ്ടിങ്ങനെ പോവാം. അപ്പൊ അപ്പൊ നമുക്ക് വിഷ്വൽസിലൊക്കെ ഇറങ്ങാം. അതായത് കണ്ടില്ല എന്ത് രസമുണ്ട്. ഹായ്സ് ഇതാണ് ഞങ്ങളെ ബൈക്ക്. ഇത് നമ്മളെ ഫ്രണ്ടാണ് ജോൽ, തൃശ്ശൂർക്കാരനുണ്ടോ. കേറാൻ പെർമിഷന് ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലേക്കും. ഇല്ല, അത് കേറാം, ഒന്നും പ്രശ്നമില്ല. നമ്മളാ യൂട്യൂബർമാരല്ലേ. അങ്ങനെ അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്, പക്ഷെ അത് മറികടന്ന് ഞാൻ കേറിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാന്. ഉണ്ടല്ലേ എന്ത് ഭംഗിയരെ. ഈ ഭംഗി വെറുതെ അല്ല ഇന്ത്യയിലെ 3ാം സ്ഥാനം കൊടുത്തത്. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പല ഭാഗങ്ങളിലേക്കും പോയിട്ടു അങ്ങനത്തെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇത് ഒരു പ്രത്യേകമായി. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, 8 മുതൽ 6 PM വരെയാണ് ഇവിടുത്തെ എൻട്രൻസ്. പെരിങ്ങോട്ടുശ്ശേരി കളവും അതിനോട് ചേർന്നുള്ള കൃഷിയിടവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഇവിടെ സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പാടത്തിറങ്ങി ഫോട്ടോ വീഡിയോ എടുക്കുന്നതും അനുവദിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു വിഷ്വൽസ് അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഒരു കളപ്പുരയാണിത്. ഉൾഗ്രാമത്തില് പെരിങ്ങോട്ടുശ്ശേരി കളം പറയും. രാമചന്ദ്രന്റെ അവന്റെ കളവാണത്. കൊല്ലം കൂട്ടിന് മുഴുവനും ആൾക്കാർ ഇവിടെ എത്തും. പിന്നെ എല്ലാ ജില്ലയിലെ ആൾക്കാരും എത്തും. നല്ല തിരക്കാണ് ഇവിടെ. എന്ത് കാണാൻ ഇവിടെ വരുന്നത്? പ്രകൃതി ആസ്വദിക്കാനും ഇവിടെ നല്ല പച്ചപ്പാണ്. മഴക്കാല സമയങ്ങളിൽ ജൂൺ ജൂലൈയിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഫുള്ള് മലയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കാണാനും അങ്ങനെയൊക്കെ ആ സമയങ്ങളിലാണ് അധികം ആൾക്കാർ വരുന്നത്, ജൂൺ ജൂലൈ. പിന്നെ കൃഷി ചെയ്യണതും നെല്ലെടുക്കണതും മട്ട, പാലക്കാടൻ മട്ട, അത് ശേഖരിക്കുന്ന റൂമാണത്. റൂമാണ് കളപ്പുര. ഒരാള് വ്യക്തിന്റെ പേരിലാണ്. ഇതിപ്പോ ഓരോ ആൾക്കാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ഭാഗത്ത് ഫുള്ള് ആൾക്കാരായിരിക്കും, ആൾക്കൂട്ടായിരിക്കുന്നത്. ഇവർക്ക് ടിക്കറ്റ് ഇതൊന്നുമില്ല, ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കാണാം. അത് അവിടെ ഒരു ബോർഡ് കണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. അത് ഈ വരുന്ന ഒരു ബോട്ടലും അതും ഇതൊക്കെ ഇട്ട്, പിന്നെ അവര് വരുന്ന രീതി പറയണം. അപ്പൊ അത് ഇവിടെ അനുവദിക്കില്ല. കുടിക്കാനായിട്ടും പിന്നെ വഴക്കുണ്ടാക്കും. എന്റെ കാറാണ് നിന്റെ കാറാണ് പറഞ്ഞ ഇവിടെ തമ്മിൽ തല്ലി കയറ്റാണ്. അതിന് സമ്മതിക്കാതെ പറഞ്ഞിട്ടാണ് ആ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും വരാം, കാണാ. ഈ മല മൊത്തം ഇവിടെ നോക്കി എല്ലാ ഭാവവും കാണാം. നെല്ലിയാമ്പതി ആ അറ്റത്താണ്, സീതാർകുണ്ടിന്റെ നേരെ അപ്പുറത്ത്. ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്ത് അത് നെല്ലിയാമ്പതി. പിന്നെ പലകപ്പാണ്ടി ഉണ്ട്. അത് നിറയെ വെള്ളം ഒഴുകണതാണ് പലയപ്പാണ്ടി. അത് നിന്ന് തൂറ്റി അവിടെ വെള്ളച്ചാട്ടം വേറെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയത് അത് പലയപ്പാണ്ടി മാത്രം. ഇവിടെ നല്ല രസമാണ് ഭംഗിയുണ്ടാവും. മാവുണ്ട്, അത് മാവ് കൃഷിയുണ്ട്, മാങ്ങ. പിന്നെ തെങ്ങുണ്ട്, മൂവാണ്ടനുണ്ട്, അൽഫോൺസ് ഉണ്ട്, വെങ്ങണപ്പള്ളി, കിളിമൂക്ക്, എല്ലാം മാങ്ങയും. മൂവാണ്ട ഡിസംബർ തൊട്ട് മാങ്ങ പറിക്കാൻ തുടങ്ങും. നീലം, മൽഗോവ, മല്ലിക, ഇതൊക്കെ ഓരോരോ ഭാഗങ്ങളിൽ മൂച്ചയാണ് ഇവിടെ. ഏകദേശം മാവ് കൃഷിയാണ് കൂടുതലുള്ളത്. പിന്നെ തെങ്ങും തോപ്പുണ്ട്, മാങ്ങ, പിന്നെ നെൽകൃഷി. ഇത് നെല്ലല്ലേ? അത് നെല്ലാണ്. ഇപ്പൊ എടുക്കും ഞങ്ങള്. ഞാൻ അതിന്റെ വീഡിയോ അവിടെ നമ്മളെ സനൽകുമാറിന്റെ ഒരു പാറല്ലേ അവിടെ
എന്റെ ഒരു വേറൊരു വീഡിയോയിലുണ്ട് ഇതിന്റെ ഒരു വിഷ്വൽസ് ഒക്കെ. അവര് വരുന്നുണ്ട്. ഈ പാറപ്പുറത്ത് ഉണ്ടാവുന്ന കാരണം എന്താണ്? ഇത് ഉണക്കിയിട്ട് സപ്ലൈക്ക് കയറ്റും. ചൂടാവും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാക്കിൽ മൂട്ടിയിട്ട് സമിതിക്ക് കൊടുത്തു വിടും. സമിതിയാണ് ഇതിന്റെ സമിതിയാണ്. പേര് പറഞ്ഞില്ല. പേര് എന്റെ പേര് ശീലജ. എന്റെ പേര് കുമാരി. കുമാരി. ഇവിടെ കുറെ വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നല്ല. ഇവിടെ താമസം കാര്യങ്ങളൊക്കെ താമസം ഞങ്ങളുടെ കുറച്ച് അപ്പുറത്താണ്. തേക്കഞ്ചിറ പറയും. ചിങ്ങഞ്ചിറ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടന്റെ കുറച്ച് ആ ഭാഗത്താണ് ഞങ്ങൾ. ടെമ്പിൾസിന്റെ ആ ഭാഗത്ത് ഞങ്ങള് ഡെയിലി പണിക്ക് വരുന്നതാണ് ഇവിടെ. കൂലിപ്പണിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ പാവങ്ങളാണ്. കേരളത്തിൽ എല്ലാവരും പാവങ്ങളാണ്. പക്ഷെ നമ്മളെ നേതാവ് പറയുന്നത് ഇവിടെ ആരും പാവങ്ങളില്ല. എല്ലാവരും പാവങ്ങളാണ്. അപ്പൊ എന്തായാലും ദീർഘായുസും ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യവും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതുപോലെ ഞങ്ങളെ യൂട്യൂബും അതുപോലെ ഞങ്ങളെ വിഷ്വൽസ് ഇതൊക്കെ ഞങ്ങളൊന്ന് പച്ചപിടിക്കാണ്. എല്ലാവരും അവന്റെ ജോലി തിരക്കിലാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയമില്ല. അതിനോട് കൂട്ടി ചേർക്കാനും കൂടിയാണ് ഞങ്ങൾ യൂട്യൂബ് എന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഞങ്ങൾക്ക് സമയമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ തൃപ്തിപ്പെടുമല്ലോ. ഞങ്ങൾക്ക് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഞങ്ങൾക്ക് സുഖമാണ്. ഇവിടെ ടൗണില് ഞങ്ങളെ കൊണ്ട് ആവില്ലായിരിക്കും. ഞങ്ങൾക്ക് അവിടെ ഒന്ന് ശ്വാസം മുട്ടും പോലെ ഒരു അസുഖങ്ങൾ വരെ ഉണ്ടാവില്ല. അപ്പൊ യാത്രക്കാർക്ക് ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ അല്ലേ? എന്താ പറയുന്നത്? വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ശല്യം മാത്രം ചെയ്യാതെ വരാണെങ്കിൽ 100 വട്ടം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാവരും വന്ന് ഇത് കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കൊല്ലംകോട് ശരിക്കും എന്തൊക്കെ കാണാനുള്ളത്? കൊല്ലംകോട് പ്രകൃതി ക്ഷേത്രം ചിങ്ങഞ്ചിറ, പിന്നെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട, അയ്യപ്പൻ ചേട്ടന്റെ ഹോട്ടല്, പിന്നെ പെരിങ്ങോട്ടുശ്ശേരി കളം, പിന്നെ നെടുമണിയില് കുടിയിടം, പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ, പെരുങ്ങോട്ടുശ്ശേരി കളം, പിന്നെ പല്ലശ്ശേരി പല്ലാവൂര് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഈ ചുറ്റുവട്ടമൊക്കെ വെള്ളരിമേട്, സീതാർകുണ്ട്, താമരപ്പാടം, പിന്നെ ഞങ്ങളുടെ ഈ തെമ്മല. ഞങ്ങളുടെ അവിടെ ഇത് മൊത്തം തെമ്മലയാണ്. ഇവിടെ മൊത്തം പെടും ഞങ്ങൾക്ക്. ഈ ജൂലൈയിലൊക്കെ ഫുള്ള് വെള്ളം ഒഴുകും. കൊല്ലംകോട് എവിടെ നിന്നാലും ഈ മലകൾ തന്നെ കാണുന്നത് അല്ലേ? അവിടെ നെന്മാറിന്റെ അവിടുന്ന് തുടക്കം അത് തൊട്ട് ഇതുവരെ തമിഴ്നാടാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി കഴിഞ്ഞിട്ട് കിളിമലക്കാല് വരെ കാണാം നമുക്ക്. അവിടെ ഒരു മലയുണ്ട്, അതോടെ കഴിഞ്ഞു. എത്ര പണിക്കാരുണ്ട് ഇവിടെ? ഞങ്ങളിപ്പോ 4 ആളുണ്ട്. 4 ആളേ ഉള്ളൂ. നിറയെ ആൾക്കാരുള്ളതാണ്. ശരി, സന്തോഷം. ഞങ്ങൾക്ക് പണി തുടങ്ങുന്നേ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഇത് കൊല്ലംകോടാണ് കേട്ടോ. എല്ലാരും കൊല്ലംകോട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രാമഭംഗികളൊക്കെ കാണാൻ വേണ്ടിട്ട് പോരി. അടിപൊളി സ്ഥലം. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.